ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ തൃപ്പുക എന്ന ചടങ്ങിനെക്കുറിച്ചും ഓലവായനയെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ശീവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന ചടങ്ങാണ്. ചന്ദനം, അഗരു, ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള വെള്ളിപ്പാത്രത്തിൽ വെച്ചിട്ടുള്ള നവഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത്. സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു. തൃപ്പുക എന്ന ചടങ്ങ് നടത്തുന്നത് അന്നത്തെ ശാന്തിയേറ്റ നമ്പൂതിരിയായിരിക്കും. തൃപ്പുക കഴിഞ്ഞാൽ അന്നത്തെ വരവു ചെലവ് കണക്കുകൾ പത്തുകാരൻ എന്ന സ്ഥാനപ്പേരുള്ള കഴകക്കാരൻ വാര്യർ ഓലയിൽ എഴുതി വായിച്ചതിന് ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു. 9 മണി മുതൽ 9:15 വരെയാണിത്. ശാന്തിയേറ്റ നമ്പൂതിരി നടയടയ്ക്കുന്നു. മേൽശാന്തിയുടെ ഉത്തരവാദിത്തത്തിൽ താഴിട്ട് പൂട്ടുന്നു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തിലെ പൂജകൾ സമാപിക്കുന്നു. നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾക്ക് 12 ദർശനങ്ങൾ എന്ന് പറയുന്നു. ഈ 12 ദർശനങ്ങളോട് കൂടിയായിരിക്കണം ക്ഷേത്രത്തിലെ ഭജനമിരിക്കൽ. വിശേഷ ദിവസങ്ങളിൽ ഇതിന് മാറ്റം വരും. വിശേഷിച്ച് വിഷു ഉത്സവം, ഗുരുവായൂർ ഏകാദശി, അഷ്ടമി രോഹിണി, തിരുവോണം തുടങ്ങിയ ദിവസങ്ങളിൽ, ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസങ്ങളിലും മാറ്റങ്ങൾ വരും. 18 പൂജകൾ നടക്കുന്നതിനാൽ അർദ്ധരാത്രി മാത്രമേ അന്ന് നടയടയ്ക്കുകയുള്ളൂ. വിളക്കുള്ള ദിവസം നടയടച്ചു കഴിഞ്ഞ് തൃപ്പുക എന്ന ചടങ്ങ് നടത്താറുള്ളൂ. എന്നാൽ അവസാനം പറഞ്ഞ കാര്യം മാറ്റാൻ ചില തയ്യാറെടുപ്പുകൾ ദേവസ്വം നടത്തി വരുന്നുണ്ട്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിവയുള്ള ദിവസങ്ങളിലും ഈ ചടങ്ങിന് മാറ്റം വരാറുണ്ട്. ഈ ഒരു അറിവുകൾ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.